ഒന്നര നോവല് കൊണ്ട് പ്രസിദ്ധനായയാൾ എന്ന വിശേഷണം മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലായ ഇന്ദുലേഖ രചിച്ച ഒ ചന്തുമേനോനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ അര നോവലാണ് ശാരദ. ശാരദയുടെ രണ്ടാം ഭാഗം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒ ചന്തുമേനോൻ മരണപ്പെടുന്നത്. അതുകൊണ്ട് ശാരദ ഒരു അപൂർണ നോവലായാണ് കണക്കാക്കുന്നത്. ഒരു കുടുംബത്തിന്റെ തകർച്ചയാണ് ഈ നോവലിലെ പ്രതിപാദ്യം. ശാരദയുടെ ഭാഷാരീതി ലളിതമാണെങ്കിലും പ്രൗഢവുമാണ്. ഇന്ദുലേഖ എന്ന നോവലിൽ ചന്തുമേനോൻ യുവജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വർണ്ണനകൾ നടത്തുന്നുണ്ട് എങ്കിലും ശാരദയിൽ മനുഷ്യഹൃദയത്തിന്റെ നാനാവിധമായിട്ടുള്ള വ്യാപാരങ്ങളാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. MP പോളിന്റെ അഭിപ്രായത്തിൽ ശാരദയിൽ നന്മയുടെയും തിന്മയുടെയും കഥാപാത്രങ്ങളെ കാണാൻ കഴിയും. സമർത്ഥനായ ശങ്കരൻ, ശുദ്ധഗതിക്കാരനായ രാമൻ മേനവൻ, ശുദ്ധാത്മാവായ ശങ്കുവാര്യർ തുടങ്ങിയവർ നന്മയെയും, കൗടല്യമൂർത്തിയായ വൈത്തിപ്പട്ടർ, ദുഷ്ടചെറുക്കരായ കൃഷ്ണൻ, ഹിംസ്രമൃഗത്തെ പോലെയുള്ള കറുപ്പൻ, ദുഷ്ടനായ പൂഞ്ചോലക്കര അച്ഛൻ തുടങ്ങിയവർ തിന്മയെയും പ്രതിനിധീകരിക്കുന്നു. MP പോളിന്റെ അഭിപ്രായത്തിൽ ശാരദ ഒരു വ്യവഹാര കൃതിയാണ്. വക്കീലന്മാർ, ഗുമസ്തന്മാർ, വ്യവഹാര കാര്യസ്ഥന്മാർ എന്നിവരെ കുറിച്ചുള്ള പരിജ്ഞാനം ഈ നോവലിൽ ഉണ്ട്. ശാരദ എന്ന നോവലിന് ആദ്യം രചയിതാവ് നൽകാൻ ഉദ്ദേശിച്ച പേര് വ്യവഹാരമാല എന്നായിരുന്നു. നോവലിലെ പ്രധാന കഥാപാത്രമായ ശാരദ എടത്തിലെ സന്തതിയാണ് എന്നതിന് പ്രത്യക്ഷമായ തെളിവുകൾ ഒന്നും തന്നെയില്ല. ശാരദ കല്യാണി അമ്മയുടെ പുത്രിയാണ് എന്ന് വൈത്തിപ്പട്ടർക്ക് അറിയുകയും ചെയ്യാം. ശങ്കുവാര്യരെയും ത്രിവിക്രമൻ നമ്പൂതിരിയെയും കല്യാണി അമ്മയെ പുത്രിയോടുകൂടി കാശിയിൽ വച്ച് കണ്ടിട്ടുണ്ട്. ശാരദ എവിടത്തെയാണ് എന്നതിനെ കുറിച്ചുള്ള തർക്കം നോവലിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. മാതൃകുടുംബത്തിൽ ശാരദ ഒരു അംഗമായി സ്വീകരിക്കപ്പെട്ടാൽ തന്നെയും അവിടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? വ്യവഹാര വിജയത്തിലൂടെ ശാരദ കുടുംബത്തിൽ പ്രവേശിച്ചാൽ ഇടത്തിലുള്ളവർ അവളെ ഒരു ശത്രുവായിട്ടായിരിക്കും പരിഗണിക്കുക. വ്യവഹാരത്തിൽ പരാജയം സംഭവിച്ചാൽ അസത്യമാണ് വിജയിക്കാൻ പോകുന്നത്. MP പോൾ ഇവിടെ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ശാരദയ്ക്ക് കോടതിയിൽ പരാജയം നേരിട്ടാൽ ഇടത്തിലുള്ളവർ അവളെ സ്വീകരിക്കണമെന്നായിരുന്നു ഗ്രന്ഥകാരൻ നിശ്ചയിച്ചിരുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. കൃഷ്ണൻ ബുദ്ധിയില്ലാത്ത ഒരു ദുഷ്ട ചെറുക്കനാണെന്ന് ചന്തുമേനോൻ പറയുന്നുണ്ട്. ശാരദ ഒരു മുസൽമാന്റെ കുട്ടിയാണെന്നുള്ള വ്യാജ പ്രസ്താവം പ്രചരിപ്പിക്കുന്നതിന് വൈത്തിപ്പട്ടരുടെ ഉപകരണമായി പ്രവർത്തിക്കുന്നത് കൃഷ്ണനാണ്. പട്ടരുടെ കുതന്ത്രങ്ങൾ വെളിപ്പെടുത്തുന്നതിന് കൃഷ്ണനെ നിയോഗിക്കുകയായിരുന്നു ഗ്രന്ഥകർത്താവ്. വൈത്തിപ്പട്ടരുടെ മരണം വായനക്കാർക്ക് ലോകനീതിയെക്കുറിച്ച് വിശ്വാസമുണ്ടാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുവാൻ ഗ്രന്ഥകർത്താവിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ നോവലിൽ ശാരദയുടെ ഭാവി വരനായി ശങ്കരനെ നിശ്ചയിച്ചിരുന്നുവെന്ന് വിചാരിക്കത്തക്ക തെളിവുകളൊന്നും ഈ കൃതിയിലില്ല എന്ന് MP പോൾ ചൂണ്ടിക്കാട്ടുന്നു. അതിനായി മറ്റൊരു യുവാവിനെ ചന്തുമേനോൻ രംഗത്തിറക്കിയതായി പോൾ നിരീക്ഷിക്കുന്നുണ്ട്. കൃഷ്ണമേനോൻ വിദ്യാസമ്പന്നനും സുശീലനുമായ ഒരു യുവരത്നമാണ്. അയാൾക്ക് ശാരദയെ വിവാഹം ചെയ്യുക എന്നല്ലാതെ മറ്റെന്താണ് ഈ കഥയിൽ കരുണീയമായിട്ടുള്ളതെന്നും MP പോൾ ചോദിക്കുന്നു. കഥാപാത്രങ്ങളെ ചിരപരിചിതങ്ങളായ മിത്രങ്ങളെ പോലെയാണ് നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നത്. കൃഷ്ണമേനവൻ, കുണ്ഠൻ മേനവൻ, വൈത്തിപ്പട്ടർ, ശങ്കുവാര്യർ തുടങ്ങിയവർ ഇതിനുദാഹരണം. വൈത്തിപ്പട്ടരെ പോലെയുള്ള ഒരു സർപ്പദൃഷ്ടിക്കാരനെ തനിക്ക് പരിചയമുണ്ടെന്നും MP പോൾ എഴുതുന്നുണ്ട്. സാമാന്യ ലക്ഷണങ്ങൾക്ക് പുറമെ ഓരോ മനുഷ്യനുമുള്ള ഗുണവിശേഷങ്ങൾ ചന്തുമേനോന്റെ കഥാപാത്രങ്ങൾക്കുണ്ടെന്ന് MP പോൾ കണ്ടെത്തുന്നു. ചന്തുമേനോന്റെ ഹാസ്യപ്രയോഗത്തെക്കുറിച്ച് പോൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഹാസ്യം ഏതിലാണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ള പ്രശ്നങ്ങൾ വ്യർത്ഥമാണ്. സൗരഭ്യം പോലെ അത് നമ്മളെ ആനന്ദത്തിൽ എത്തിക്കുന്നു. നോവലിൽ ഹാസ്യമുണ്ട്. കഥാരൂപത്തോട് ചേർന്ന് നിൽക്കുകയാണ് അത് ചെയ്യുന്നത്. വക്കീലന്മാരുടെ കൊളമ്പ് അഥവാ കൊളബ് തുടങ്ങിയ വിവരണങ്ങൾ പ്രസിദ്ധമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് MP പോൾ ലേഖനം അവസാനിപ്പിക്കുന്നത്.